How to live your 20s. Why this video in the first place? I'll explain. നീ ഒരു വാച്ച് വാങ്ങിയപ്പം, നീ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയപ്പോൾ നിനക്കൊക്കെ അതിൽ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവില്ലേ, യൂസർ മാനുവൽ. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോണിന് അല്ലെങ്കിൽ എന്തൊരു ചീപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് യൂസർ മാനുവൽ ഉണ്ടാവും. ഹൗ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. പക്ഷേ നിനക്ക് നിന്റെ ലൈഫിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ വാട്ട് ഇസ് ദ റൈറ്റ് വേ ടു ലിവ് എന്നൊരു ഈ ഒരു കാര്യം നിനക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു യൂസർ മാനുവൽ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രോബബ്ലി നോട്ട് അല്ലേ. സോ ഹൗ ടു ലിവ് യുവർ 20s ഞാൻ ഇത് ചെയ്യാൻ കാരണം ഐ ഡിഡ്ന്റ് ഹാവ് നോ വൺ ടു എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ലൈഫ് ആൻഡ് ഹൗ ടു ലിവ് യുവർ ലൈഫ്. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ ലിസ്റ്റ് ഇറ്റ് ഡൗൺ വൺ ബൈ വൺ. ആദ്യത്തെ കാര്യം, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് വേറെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊപ്പം ആയിട്ടുള്ളത് കമ്പയർ ചെയ്യും. സോ ഓക്കെ, ബട്ട് ഡോണ്ട് കമ്പയർ യുവർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ഇൻ 20s വിത്ത് someone else വേർഷൻ ഇൻ ഹിസ് 30s or 40s. അവരവരുടെ 30s-ലും 40s-ലോ അച്ചീവ് ചെയ്ത സക്സസ് നിന്റെ 20s ആയിട്ട് നീ കമ്പയർ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അയാളുടെ 20s-ൽ എന്ത് ചെയ്യായിരുന്നു അങ്ങനെ കമ്പയർ ചെയ്തോളൂ. ദാറ്റ്സ് എ ബെറ്റർ ഓർ ഹെൽത്തി കമ്പാരിസൺ. പിന്നെ നീ അഡ്വൈസ് എടുക്കുമ്പോൾ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, ഡിഫൈൻ വാട്ട് ഇസ് സക്സസ് ഫോർ യു. വേറൊരാളുടെ സക്സസ് അല്ല, നിനക്ക് സക്സസ്ഫുൾ നീ ആവണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, എന്തൊക്കെ നീ ചെയ്യുന്നുണ്ടാവണം, എങ്ങനെ ആയിരിക്കണം, അത് ഡിഫൈൻ ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് ടു ലിവ് ദാറ്റ്. പിന്നെ ചെയ്യേണ്ട കാര്യം, അങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ജീവിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ള ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, ഫൈൻഡ് ചെയ്യുക റിയൽ ലൈഫിൽ. അവരെ മെൻഡറാക്കുക, അവരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുക, എനിക്കും ഇങ്ങനെ ആവണം, വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈംസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസ് തരുന്നുണ്ടാവും നിങ്ങളുടെ പാരൻസ് ആയിരിക്കും. എനിക്ക് തന്നിട്ടുള്ള എൻ്റെ പാരൻസ് ആണ്. പക്ഷേ വെൻ ഐ വാസ് എ കിഡ് ഞാനത് അവർ പറയുന്ന അഡ്വൈസ് അല്ല ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അവർ പറയുന്ന അഡ്വൈസ് കേൾക്കുമ്പോൾ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ്, ഐ ഡോണ്ട് ആക്ട് ഓൺ ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ഒരാൾക്കാരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. യു ഗെറ്റ് ദി ഐഡിയ. സോ ദിസ് ഇസ് ദ സാഡ് പാർട്ട്. നമുക്ക് ഏതൊരു ചീപ്പായിട്ടുള്ളയും ഏതൊരു അത്യാവശ്യം പൈസ ഉള്ള സാധനമാണെങ്കിലും എന്തൊരു സാധനത്തിനുമായിട്ട് യൂസ് മാനുവൽ ഉണ്ടാവും. പക്ഷേ നിനക്ക് അല്ലെങ്കിൽ ഒരു മാൻ എൻറ്ററിങ് ഹിസ് 20s അവിടെ എങ്ങനെ ലൈഫ് ലിവ് ചെയ്യണമെന്നൊരു മാനുവൽ ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്ലിപ്പ് ആൻഡ് സ്റ്റെപ്പ് അപ്പ് ഇൻ ടു ബാഡ് ഹാബിറ്റ്സ്. ആൻഡ് ഞാൻ ഇതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗെറ്റിംഗ് ദ ഫ്രീഡം. ലൈക്ക് ഇപ്പോൾ വീട്ടിൽ കയറുന്നു അല്ലെങ്കിൽ ഇപ്പോൾ റൂമിൽ കയറുന്നു എന്ന് ആരോടും പറയണ്ട, എന്ത് കഴിച്ചു എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നോ, കോളേജിൽ പോകുന്നുണ്ടോ ഇല്ല. Nobody is there to question, nobody is there to ask. But it is very easy to fall into bad habits and we tend to forget what is our life's mission. And that is the next point. Have a mission. അല്ലെങ്കിൽ life would be meaningless if you don't have something to look up, if you don't have something to live by every day. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഇറ്റ്സ് ടെമ്പററി, അത് ഇടയ്ക്ക് വന്നിട്ട് പോകും. അപ്പോൾ വല്ലപ്പോഴും വന്ന് പോകുന്നൊരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നേക്കാളും നല്ലത് യു ഷുഡ് ഹാവ് സംതിങ് ഓൾവേസ് എ ഫയർ ഇൻ യുവർ സെൽഫ്. നീ അതുപോലെ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഐഡോൾ അല്ലെങ്കിൽ റോൾ മോഡൽസ്, അവരുടെ അടുത്ത് നിന്ന് യു ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ക്വാളിറ്റീസ് യു ആർ ടേക്കിംഗ് ഫ്രം ദം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിനക്ക് ആൻഡ്രൂ ടേറ്റ് അല്ലെങ്കിൽ ഇമാൻ ഖാസി അല്ലെങ്കിൽ പല ടോപ്പ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി മെൻ ഈസ് ഔട്ട് ദെയർ അല്ലേ. യു ഹാവ് മെനി ഓപ്ഷൻസ്, നോട്ട് വൺ. അപ്പോൾ അവരെ നിന്നൊക്കെ ക്വാളിറ്റീസ് എടുക്കുമ്പോൾ തിങ്ക് ട്വൈസ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ആർ ബാഡ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. നിനക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് മാത്രം എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരാൾ അബ്സോർബ് ചെയ്യുമ്പോൾ വി ടെൻ ടു അബ്സോർബ് ഇറ്റ് ഫുള്ളി. ലൈക്ക് അയാളുടെ ബാഡ് ഹാബിറ്റ്സും അയാളുടെ ഡെഫിനേഷൻ ഓഫ് സക്സസ് വരെ നീ നിന്നിലേക്ക് എടുക്കാം. അപ്പോൾ അതിന് പകരം നിനക്ക് അയാളിൽ നീ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് തോന്നുന്നു മാത്രം സെലക്ട് ചെയ്യാം. അയാൾക്കുള്ള ബാഡ് ഹാബിറ്റ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ വാട്ട്സ് എ പോയിന്റ് ഓഫ് ഹാവിങ് എ റോൾ മോഡൽ. അപ്പോൾ നിന്റെ ഒരു 20s നീ കാണുന്ന എല്ലാവരെയും അല്ലെങ്കിൽ നിന്റെ റോൾ മോഡൽസ് എല്ലാവരും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അവരിൽ നിന്ന് എടുക്കുക. അപ്പോൾ ബ്ലൈൻഡ്ലി ഒരാളെയും ഫോളോ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ ബ്ലൈൻഡ്ലി ഒരു ഐഡിയയും ഫോളോ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതായത് ലെറ്റ്സ് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ യൂത്ത് ഇൻക്ലൂഡിങ് മീ എല്ലാവരും ലൈക്ക് അവർ ഡ്രസ്സ് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെയാണ്. ജസ്റ്റ് ഒരു കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ദ സ്റ്റൈൽ സെയിം. ട്രെൻഡിനെ ഫോളോ ചെയ്യാണ്ടിരിക്കുക. യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്റ്റൈൽ ഇൻ ഡ്രസ്സിങ് ആൻഡ് പേഴ്സണാലിറ്റി. ഒക്കെ നിൻ്റേതായിട്ടുള്ള പേഴ്സണാലിറ്റി കാണിക്കാൻ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് യുവർ ഓൺ സ്റ്റൈൽ. സോ ഫോളോ ദിസ് റൂൾ. ഓക്കെ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എ റൂൾ ഡോണ്ട് ഫോളോ ഇറ്റ്. കാരണം ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഐ തിങ്ക് മൈ അർജുൻ ലൈക്ക് അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അയാൾക്കത് വന്ന് പറയേണ്ട ഒരു കാര്യമില്ല, പക്ഷേ ബിക്കോസ് സ്റ്റുഡൻസിനോടാണ് വന്ന് പറയുന്നത്. പറഞ്ഞപ്പോൾ തന്നെ റൂൾസ് മനസ്സിലായില്ലെങ്കിൽ ഫോളോ ചെയ്യരുത്. സ്കൂളിൽ ഒബ്വിയസ്ലി റൂൾസ് ഉണ്ടായിരുന്നു, മനസ്സിലാവാത്തത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. സോ മേ ബി ഹീസ് റിഗ്രറ്റിംഗ് ദാറ്റ്. പിന്നെ ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ എനിത്തിങ് ഓർ എനി വൺ. കാരണം ഞാൻ ആസ് ഗ്രോയിങ് അപ്പ് ആസ് എ കിഡ് ഐ ഡിഡ്ന്റ് ഹാവ് ഫാദർ അറൗണ്ട് മീ വെൻ ഐ വാസ് ഗ്രോയിങ്. എൻ്റെ അച്ഛൻ സൗദിയിലായിരുന്നു. അപ്പോൾ ഐ ഓൾവേസ് വാണ്ടഡ് എ മാസ്കുലിൻ എനർജി അറൗണ്ട് മീ. സോ എല്ലാം വളർന്നു വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓൾവേസ് യൂസ് ടു പ്ലേ ക്രിക്കറ്റ് ഓർ സം ഗെയിംസ് വിത്ത് മൈ എൽഡർ ബ്രദേഴ്സ് ഓൾവേസ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഞാൻ കളിക്കുമ്പോൾ
ഐ കുഡ് പെർഫോം ബെറ്റർ. കാരണം ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നെക്കാളും 5-6 വയസ്സ് മൂത്തുള്ള ആൾക്കാരായിട്ടാണ്. അപ്പോൾ ഐ ഓൾവേസ് വാണ്ടഡ് ദാറ്റ് masculinity and masculine figure around me. Always when you are asking an advice, always ask someone who at least lived the dream life of yours once. അതായത് നീ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് ഒരിക്കലെങ്കിലും ജീവിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കുക അഡ്വൈസ്, അല്ലെങ്കിൽ അതിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കുക. കാരണം ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ബ്രദറിനോട് ഇതുപോലെ ചോദിച്ചു, നമ്മൾ ജോലിയാണോ ചെയ്യേണ്ടത്, നമ്മൾ ബിസിനസ്സാണോ ചെയ്യേണ്ടത്, അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, അത് വെറുതെ അങ്ങ് ജീവിച്ച് പോയാൽ മതിയോ, എന്താണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലൈഫിന് മീനിങ് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഹീസ് ജസ്റ്റ് എൽഡർ ദാൻ മീ, ഹീസ് ഐഡിയലി നോട്ട് സം വൺ ഐ ലുക്ക് അപ്പ് ടു. ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലുള്ള ഒരാളായിരുന്നില്ല അയാൾ, എന്നാലും ഞാൻ പോയി ചോദിച്ചു. അപ്പോൾ ദ വൺ തിങ് ഹി സെഡ് വാസ് റൈറ്റ്, ദർ ഇസ് നോ റൈറ്റ് വേ ടു ലിവ് യുവർ 20s. കാരണം ആൾ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, നമുക്ക് എനർജി, ടൈം ആൻഡ് മണി, ഇത് മൂന്നുമാണ് നമ്മുടെ ലൈഫിലെ കറൻസീസ്. അപ്പോൾ ഇതിൽ നമുക്ക് എനർജിയും ടൈമും ഉള്ളപ്പോൾ ഫുള്ള് പണിയെടുത്ത് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. അപ്പോൾ ഹി സെഡ് നമ്മുടെ സിസ്റ്റം റോങ് ആണ്, നമ്മുടെ സിസ്റ്റം നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നമ്മളെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് നമ്മുടെ നല്ല ടൈം പിന്നേക്ക് വെക്കാനും, എന്നിട്ട് ആ നല്ലൊരു ടൈം ഒരിക്കലും വരാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ എ മാൻ ഹാസ് അറൈവ്ഡ് വെൻ ഹി ഈസ് ബ്ലെയിമിങ് നോബഡി. ദർ ഇസ് സം എ ക്വോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ദി മീനിങ് ഓഫ് ദ ക്വോട്ട് ഈസ്, നീ ഒരു ആണാണെങ്കിൽ യു വിൽ സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ്. അതിപ്പോൾ സിസ്റ്റം ആയിക്കോട്ടെ, അതൊരാളായിക്കോട്ടെ, യു വിൽ ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി. മേ ബി ആൾ പറഞ്ഞത് ശരിയായിരിക്കാം, നമ്മളെ സൊസൈറ്റി, നമ്മളെ സിസ്റ്റം നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് മേ ബി ഒരു സ്ക്രിപ്റ്റ് ജീവിക്കാനായിരിക്കും. നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ലിവ് ചെയ്യാനായിരിക്കും, ടു ലിവ് എ സ്ക്രിപ്റ്റ്. എല്ലാവരും ഫോളോ ചെയ്യുന്ന സെയിം സ്ക്രിപ്റ്റ്. സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഒരു കല്യാണം കഴിക്കുന്നു, കുട്ടികളെ ഉണ്ടാക്കുന്നു, റിട്ടയർ ചെയ്യുന്നു, റിപ്പീറ്റ് അല്ലേ. അപ്പോൾ ഡോണ്ട് ഫോളോ എനിത്തിങ്, ഡോണ്ട് ഫോളോ എ റൂൾ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതേപോലെ തന്നെ നിനക്ക് നിന്റെ ലൈഫിലെ സക്സസ് എന്താണ്, നിനക്ക് നിന്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് നീ പ്ലാൻ ചെയ്യുക, അത് ഫോളോ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഓൾറെഡി സൊസൈറ്റി ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണം, ദാറ്റ്സ് എ റോങ് മൈൻഡ് സെറ്റ് ആൻഡ് ദാറ്റ്സ് എ റോങ് വേ ടു ലിവ്. You will be sad at the end of the day if you're doing that. I mean, end of the, like, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ you will be very sad. I hope it helped shape your mindset, shape your future. So that's it. Thank you.